ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശ്രീമോദ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു കൊച്ചു കലാകാരനെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്ത കുറച്ച് മിനിയേച്ചർ വർക്കുകൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വർക്കും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ ചെയ്ത കുറേ വർക്കുകളുണ്ട്. അപ്പോൾ ആ വർക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആള്. രോഹിത് എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ വളപുരത്താണ്. നമ്മളൊരു കസിൻ കൂടിയാണ്. അപ്പോൾ ഇവനോട് തന്നെ ചോദിക്കാം, എന്ന് മുതലാണ് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്ത് തുടങ്ങിയത്? 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. ഇതിന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇത് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ സാധനം ചെയ്തിട്ടുള്ളത്? കാർഡ്ബോർഡ്. അതായത് നമ്മൾ ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ചെരുപ്പിന്റെയും അതുപോലെ ഈ കാർഡ്ബോർഡ് പെട്ടികളുണ്ടല്ലോ, അങ്ങനത്തെ പെട്ടികൾ ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണിത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മിനിയേച്ചർ ചെയ്തതാണ്. ഇതില് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ബാറ്ററി ഇല്ലാന്ന് പറയുന്നത് അല്ലേ? ബാറ്ററി മിസ്സായിട്ടുണ്ട്. പിന്നെ ഉണ്ടോ, ഇതില് ഡോറൊക്കെ തുറക്കാം, ഇവിടെ ഡോറ് തുറക്കാം. അതുപോലെ അതിനുള്ളിൽ സീറ്റും കാര്യങ്ങളും ഒക്കെ ഇതില് ഈ ബസ്സിന്റെ അതുപോലെ ഗ്ലാസ് നെപ്പോളിയൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ടയറ്, എല്ലാ ടയറും തിരിയും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടാനൊക്കെ പറ്റുന്നുണ്ടോ. ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, കുറേ വർക്കുകൾ അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്കുകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. രോഹിത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ലാണ് പഠിക്കുന്നത്. പിന്നെ രോഹിത്തിന്റെ വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ വല്യച്ഛൻ, വല്യമ്മ, അവരുടെ കുട്ടികൾ, പിന്നെ ഞാൻ, എൻ്റെ അനിയത്തി, അച്ഛൻ. അതല്ലേ, എല്ലാവരും ഉണ്ട്. നല്ല രസമായിരിക്കില്ലേ വീട്ടില്? ഓക്കെ. അപ്പോ രോഹിത്തിന്റെ അനിയത്തി എന്താ ചെയ്യുന്നത്? അവളിപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കും. 1ാം ക്ലാസ്സിൽ പഠിക്കും. അനിയത്തി ഇവിടെ ഉണ്ടോ? ഒന്ന് വിളിക്കുവോ? ആ, രോഹിത്തിന്റെ അനിയത്തിയാണ് കേട്ടോ. രോഹിത്തിന്റെ അനിയത്തിക്ക് എന്താ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോ? രോഹിത്തിന്റെ അനിയത്തി കുപ്പീന്റെ അടക്കുമ്പോ എന്തൊക്കെയാ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാ പറയുന്നത്. അതവിടെ ഉണ്ടോ? ഉണ്ടാക്കിയത് കൊണ്ടുവരുമോ? നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഓക്കെ. അപ്പോ ഇനി രോഹിത്തിന്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ രോഹിത്തിന്റെ ക്ലാസ്സിലൊക്കെ പഠിക്കാനൊക്കെ മിടുക്കനാണോ? നല്ല മാർക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ. നന്നായിട്ട് പഠിക്കണം. നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം പഠനം നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ. ഈ കുപ്പീൻ്റെ അടപ്പുമ്പോൾ ചെയ്ത വർക്ക് ഉണ്ടല്ലേ, കണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താണ് സാധനം? പൂവ്. കുപ്പീൻ്റെ അടപ്പുമ്പോൾ ഒരു പൂവൊക്കെ വെച്ച് അടിപൊളിയാക്കി ചെയ്ത് നിൽക്കുകയാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇനിയും കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ. മിടുക്കിയാവണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ പറഞ്ഞ് നിരൂപിക്കുന്നില്ല. അപ്പോൾ രോഹിതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ട്രോഫികളും അതൊക്കെ മൊമെൻറ്റുകളൊക്കെ നമുക്ക് നമ്മുടെ രോഹിത്തിന് കിട്ടിയതാണ്. നിരവധി സമ്മാനങ്ങൾ അവന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ കുറേ സമ്മാനങ്ങൾ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമുക്ക് ഇനി അവൻ്റെ കലാപരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഇനി നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇതാ ഉണ്ടാക്കിയിട്ടുള്ളത് റോക്കറ്റാണ് കേട്ടോ. റോക്കറ്റ് ഒന്നല്ല 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 റോക്കറ്റും നമുക്ക് കാണാം. ഇത് ആദ്യം ഉണ്ടാക്കിയ റോക്കറ്റാണ്. ഇനി അടുത്തത് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വർക്കാണിത്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടി ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാഴ്ചയും കൂടി നമുക്ക് കാണാൻ സാധിച്ചു. കളിമണ്ണിൽ തീർത്ത പുതുപ്പള്ളി കേശവനാണ് കേട്ടോ. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. കഴുത്തിലൊരു ചങ്ങലയ്ക്ക് പകരം നൂലിലൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ബൈക്കിൻ്റെ ഒരു
ഇത് കട്ട് ചെയ്ത് അവൻ വരച്ച് കട്ട് ചെയ്തെടുത്തതാണ്. കൊച്ചു കാർഡ്ബോർഡ് ചട്ടേനിൽ വരച്ചൊട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും നല്ല നല്ല കഴിവുണ്ട്. ഇതാ ഒരു ATM കൗണ്ടറിൽ അത് അവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ അവിടെ താഴത്ത് വരും. ഓരോ സംഭവങ്ങളും അവൻ വളരെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ വർക്കും ചെയ്തതൊക്കെ. പിന്നെ അതുപോലെ മാവേലിയിലൊക്കെ ഇത് കൊണ്ടുപോകുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് ഇത്. കാർഡ്ബോർഡ് ചട്ടയിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ ഇത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. എന്നാലും സംഭവം നല്ല രസമായിട്ടുണ്ട്. ഇനി ഏതാണ്ട് ബസ്സിൻ്റെ കുറച്ച് മിനിയേച്ചറാണ് കേട്ടോ. ഇത് ടൂറിസ്റ്റ് ബസ്സിൻ്റെ രൂപത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബസ്സാണ്. അതുപോലെ നല്ല മനോഹരമായിട്ട് വേറെയും ബസ്സുകളുണ്ട്, അത് കാണിച്ചു തരാം. ഇനി ഇതാ കുറച്ച് കപ്പലുകൾ ചെറിയ ഇതാണ്, ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലും കപ്പലൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ടൈറ്റാനിക്കിൻ്റെ കപ്പലൊക്കെ പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് എന്തായാലും. അപ്പം എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക. ഓക്കെ, അടുത്തത് നെപ്പോളിയൻ ബസ്സാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ബസ്സിന് സീറ്റും അതുപോലെ ലൈറ്റും എല്ലാം ഉണ്ട്. ലൈറ്റ് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പ്രോബ്ലംസ് ആയിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കി വെച്ചതാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നല്ല മനോഹരമാണ്. രാത്രി കാണുന്ന ദൃശ്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചി മിടുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സംഭവങ്ങളാണിതൊക്കെ. എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ മാക്സിമം കുട്ടികൾക്കൊക്കെ ഇത് നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഇതുപോലുള്ള നല്ല ടാലൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ശ്രീമു സൈനിങ് ഔട്ട്. ബൈ.